നമുക്കൊപ്പം അഞ്ജന അനിൽകുമാർ കൂടി ചേരുന്നുണ്ട്. ഫോർട്ട് കൊച്ചിയിലാണ് അഞ്ജന അനിൽകുമാർ ഉള്ളത്. അഞ്ജന, വെരി ഗുഡ് മോർണിംഗ് അഞ്ജന. ഫോർട്ട് കൊച്ചിയും ന്യൂ ഇയറിനെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ കാർണിവൽ കമ്മിറ്റിയുടെ പപ്പാഞ്ഞിയെ കത്തിക്കില്ല, വെളിഗ്രൗണ്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന പപ്പാഞ്ഞിയായിരിക്കും കത്തിക്കുക. അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് പ്രേക്ഷകരെ കാണിക്കൂ. എന്താണ് അവസ്ഥ ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ? വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ വിഷസ്. ഞാനിപ്പോൾ ഉള്ളത് വെളി ഗ്രൗണ്ടിലാണ്. എൻ്റെ പുറകിൽ കാണുന്ന ഈ പാപ്പാഞ്ഞിയെ മാത്രമാണ് ഈ കൊല്ലം കത്തിക്കുക. നമ്മുടെ പരമ്പരാഗതമായി കത്തിക്കുന്ന പാപ്പാഞ്ഞിയെ ഇത്തവണ കത്തിക്കുന്നില്ല. ആ ഒരു നിരാശ ഫോർട്ട് കൊച്ചിക്കാർക്കുമുണ്ട്. എന്നാലും ഈ ഒരു പാപ്പാഞ്ഞിയെ ഇന്നിവിടെ കത്തിക്കും. സാധാരണ നമ്മൾ കാണുന്ന പാപ്പാഞ്ഞികളിൽ നിന്നും വളരെയധികം വ്യത്യസ്തമാണ്. ഒരു ഇംഗ്ലീഷ് കഥാപാത്രത്തിൻ്റെ ഒരു റെഫറൻസ് എടുത്തുകൊണ്ട് ശില്പി അരുൺ മൈക്കിൾ തീർത്തിരിക്കുന്ന പാപ്പാഞ്ഞിയാണ്. 42 അടി ഉയരമുള്ള പാപ്പാഞ്ഞിയാണ്. രാവിലെ ഇവിടുത്തെ കാഴ്ച ഇവിടെയെല്ലാം തന്നെ വൃത്തിയാക്കുകയാണ്, കടകളെല്ലാം തന്നെ സജ്ജീകരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരുക്കങ്ങളിലാണ് ഈ വെളി ഗ്രൗണ്ട് ഉള്ളത്. എന്തായാലും 80,000 ആളുകളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത്. പരമാവധി ആളുകൾക്ക് സുരക്ഷിതമായ രീതിയിൽ ഇവിടെ ന്യൂ ഇയർ ആഘോഷിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തിട്ടുണ്ട്. അതിനായുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും 1000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയും ഇവിടെ വിന്യസിപ്പിക്കുമെന്നാണ് നമ്മളോട് കമ്മീഷണർ അടക്കം പറഞ്ഞത്. കൂടാതെ പുലർച്ചെ വരെ റോറോ സർവീസും വാട്ടർ മെട്രോ സർവീസും അങ്ങനെ എല്ലാ രീതിയിലും ന്യൂ ഇയർ ആഘോഷങ്ങൾ കളറാക്കാൻ എല്ലാ രീതിയിലും ഫോർട്ട് കൊച്ചി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ന്യൂ ഇയർ ആഘോഷങ്ങൾ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഫോർട്ട് കൊച്ചിയിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരാനും ഇവിടെ ന്യൂ ഇയർ ആഘോഷിക്കാനും എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ രാവിലെയും ഇവിടെ ആളുകൾ വരാൻ താല്പര്യപ്പെടുന്നു. കുട്ടികളൊക്കെയായി വന്ന് ഈ വലിയ പാപ്പാഞ്ഞിയെ കാണിക്കുന്നൊക്കെയുണ്ട്. അവർക്കും ഇതൊരു കൗതുക കാഴ്ചയാണ്. ഇത്രയും 42 അടി ഉയരത്തിൽ നിൽക്കുന്ന ഒരു പാപ്പാഞ്ഞി എന്ന് പറയുമ്പോൾ കുട്ടികൾക്കും എല്ലാം കാണാനും ഈ പാപ്പാഞ്ഞിയോടൊപ്പം ഫോട്ടോ എടുക്കാനും എല്ലാം തന്നെ വലിയ താല്പര്യമുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ കുറച്ച് പേരുണ്ട്, അവരോട് തന്നെ ചോദിച്ചു നോക്കാം എങ്ങനെയാണ് അവർ പുതുവത്സരത്തെ വരവേൽക്കാൻ ഉദ്ദേശിക്കുന്നത്, ഈ ഫോർട്ട് കൊച്ചിയുടെ ന്യൂ ഇയർ ആഘോഷങ്ങൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചു വരാം. ചേച്ചി, ന്യൂ ഇയർ ആഘോഷിക്കാനൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞോ? ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ 2 ആഴ്ച റെഡി ആയിട്ടിരിക്കണേ. ഇപ്പൊ നമ്മുടെ പരമ്പരാഗതമായി കത്തിക്കുന്ന പാപ്പാഞ്ഞി ഇല്ല, ഈ ഒരു പാപ്പാഞ്ഞിയാണ് ഈ പ്രാവശ്യം ഫോർട്ട് കൊച്ചി കത്തിക്കുന്നത്. അതെ 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 അത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ദിനാചരണത്തെ തുടർന്ന് ഫോർട്ട് കൊച്ചിയിൽ കത്തിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ ദുഃഖാചരണം ചെയ്ത് ഇത് ഞങ്ങളുടെ കൊച്ചിയുടെ ഒരു ഹരമാണ്, എവിടെയെങ്കിലും ഒരെണ്ണം കത്തിക്കണമല്ലോ, അതുകൊണ്ട് ഗലാഡി അത് മുൻകൈ എടുത്ത് ചെയ്യുന്നു. സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കി പോലീസ് പറഞ്ഞിട്ടുള്ള എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ഗലാഡിയുടെ ഒരു മെമ്പറാണ്, പ്രസിഡന്റാണ് ഞാൻ, ആൻസി. അരുൺകുമാർ, അപ്പോൾ എല്ലാ രീതിയിലും ഫോർട്ട് കൊച്ചി സജ്ജമാണ്. ന്യൂ ഇയർ ആഘോഷിക്കാൻ ധൈര്യമായി എല്ലാവർക്കും വെളി ഗ്രൗണ്ടിൽ വരാം. ഈ കൂറ്റൻ പാപ്പാഞ്ഞി കത്തുന്ന കാഴ്ച കാണാൻ കഴിയും. അതാണ് ഇവിടുത്തെ ന്യൂ ഇയർ ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്.